ബിജുവിൻ്റെ പാവമാണ്, വഴിതെറ്റിപ്പോയി, അതിൻ്റെ എല്ലാ ദുരന്തവും അദ്ദേഹത്തിൻ്റെ ഒരു പാർട്ടിയിൽ യൂത്തുകാർ. ആ യൂത്തുകാരൻ തൃശ്ശൂർ പറഞ്ഞിരിക്കുകയാണ്, വെള്ളാപ്പള്ളി നടേശൻ്റെ കോലം എന്താണ് ചാറൊഴിച്ച് കരിയോലൊഴിച്ച് കത്തിച്ചാൽ അവന് പ്രൈസ് കൊടുക്കുന്നു. അവനൊരു പൊണ്ണനല്ലേ? എന്നെ കരിയോലല്ല, എന്നെ കത്തിച്ചാലും എൻ്റെ അഭിപ്രായം മാറുമോ? അതിന് വല്ല വിവരമുണ്ടോ? അതിനൊന്ന് മറുപടി ഈ മാന്യൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഈ അഭിപ്രായം തന്നെയാണോ ഇദ്ദേഹത്തിനുള്ളതെന്ന് ഈ വേദിയിൽ ഒന്ന് പറഞ്ഞിട്ട് പോയാൽ കൊള്ളാം. കത്തിക്കലും ഹിംസയും ആര് പിന്തുടർന്നാലും അതിനോടൊന്നും യോജിക്കാൻ മനുഷ്യത്വമുള്ള മനുഷ്യർക്ക് ഒരാൾക്കും സാധ്യമല്ല എന്നുള്ളതാണ് എനിക്ക് സംബന്ധിച്ച് പറയുവാനുള്ളത്. ചേർത്ത് പിടിക്കലാണ് സൗന്ദര്യം. മനുഷ്യരെ സംബന്ധിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമാണ് അല്ലേ? എന്റെ അഭിപ്രായമാവണമെന്നില്ല സലാമിന്റെ അഭിപ്രായമാവണമെന്നില്ല മറ്റൊരു വ്യക്തിക്ക്. പക്ഷെ ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അല്ലേ? ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വാദിക്കാനും ജയിക്കാനുമല്ല. സംഭാഷണം എന്നത് പരസ്പരം വാദിക്കാനും ജയിക്കാനും അല്ല, സത്യത്തിലേക്കുള്ള യാത്രയാണ്. അപ്പൊ അതുകൊണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ മനുഷ്യർക്കുണ്ടാകും. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതിന്റെ പേരിൽ പരസ്പരം പോരടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ സത്യം നിങ്ങളുടെ സത്യമാണ്, നിങ്ങളുടെ വാദം നിങ്ങളുടെ വാദമാണ്, എന്റെ വാദം എന്റെ വാദമാണ്. ഇതിനപ്പുറത്ത് സത്യത്തിന്റെ പാതയിൽ നമുക്ക് ഏവർക്കും യോജിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു.